നേരത്തേക്ക് പറിച്ചതെല്ലാം കൊട്ടയിലെ പാക്ക് തന്നെ വെച്ചാ പണിക്കലാം സാർ. പന്നിക്കലാൻ സാർ എന്ന് പറഞ്ഞു നോക്കിട്ട് ആഴ്ച ഒന്നായല്ലോ. 2 ദിവസം ഞാൻ ഇങ്ങനെ വരലേനാ, എല്ലാം കുഴപ്പമായി. சார் அது வந்து நான் நினைச்சேன்னா உங்ககிட்ட நினைக்கிறதுக்கு யாரு சொன்னேன்? நினைக்கிறதுக்கு நான் இருக்குங்க, புரிஞ்சுதா? சரிங்க, நான் சொன்ன போல செய்தா மതി. சரி, പോയി വേല പാര്. അല്ല, ആരൊക്കെയാ ഇത്? നമസ്കാരം. നമസ്കാരം സാർ. ടീച്ചർ വഴിതെറ്റി വന്നതാണോ അതോ? വഴി തെറ്റിയൊന്നുമല്ല, സാറിനെ കാണാൻ തന്നെയാ വന്നത്. വീട്ടിൽ അന്വേഷിച്ചപ്പോ ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഉടനെ തിരിച്ചു. പെട്ടെന്ന് പിടികിട്ടണ ആളല്ലല്ലോ. അത് പിടിച്ചു നോക്കിയാലേ അറിയൂ. അറിയാലോ അല്ലേ സിസ്റ്റർ പ്ലംബിനെ? ഞങ്ങളൊരു അബദ്ധത്തിൽപ്പെട്ടിരിക്കുക. സാർ വിചാരിച്ചാലേ രക്ഷിക്കാൻ പറ്റൂ. അബദ്ധത്തിൽപ്പെടുമ്പോഴെങ്കിലും നമ്മളൊക്കെ അന്വേഷിക്കുമല്ലോ, അത് ഭാഗ്യം. എന്താ പറ്റിയേ? സ്കൂളിന്റെ സിൽവർ ജൂബിലി സെലിബ്രേഷന് നമുക്കൊരു ചീഫ് ഗസ്റ്റ് വേണം. അതിന് ഗവർണർ വരുന്നുണ്ടല്ലോ, പിന്നെന്തിനായി വേറൊരു ചീഫ് ഗസ്റ്റ്? ഒന്നും പറയണ്ടെന്നെ സാറേ, ഗവർണർ വരാമെന്ന് സമ്മതിച്ചാണ്. അതനുസരിച്ച് ഞങ്ങൾ ഇൻവിറ്റേഷൻ ഒക്കെ പ്രിന്റ് ചെയ്ത് അയക്കുകയും ചെയ്തു. എനിക്കും കിട്ടിയിരുന്നു. ഇന്ന് രാവിലെ ഒരു മെസ്സേജ്, ഗവർണർ ക്യാൻസൽ ചെയ്ത പ്രോഗ്രാം. ഞങ്ങൾ ആകെ കുഴഞ്ഞിരിക്കുക. ഇനി ഒരാഴ്ച പോലും ഇല്ല. അത് വലിയ ചതിയായി പോയല്ലോ. ഇപ്പോ ഭാരം മുഴുവൻ പത്നി ടീച്ചർ തലയിൽ ഏറ്റിക്കൊടുത്തിരിക്കുക പ്രിൻസിപ്പാൾ. എങ്ങനെയെങ്കിലും ഒരാളെ കണ്ടുപിടിച്ചു തരണം. ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കാനാ? സാറ് വിചാരിച്ചാ നടക്കും. സിസ്റ്ററിനറിയോ, സാറ് വിചാരിച്ച കിട്ടാത്ത ഒരു കലാകാരനും ഇല്ല കേരളത്തില്. കിട്ടണില്ലേ സാർ? ഹലോ, വാസേട്ടനല്ലേ? ഞാൻ കേക്കയാണ്, KK നായർ, കൊടൈക്കനാലിന്ന്. എന്ന് വരുന്നറിയോ? നിശ്ചയമായിട്ടും കോഴിക്കോട് വന്നാൽ പിന്നെ വീട്ടിലേക്ക് വരാതിരിക്കുവോ? ഇല്ല, ഞാൻ പിന്നെ വിളിച്ചോളാം. ഓക്കെ. മൂപ്പര് മദ്രാസിൽ പോയിരിക്കുക, ഏതോ ഫിലിമിന്റെ ഡിസ്കഷൻ അത്രേ. അപ്പോ അദ്ദേഹത്തിന് കിട്ടില്ല അല്ലേ? OV വിജയനെ കിട്ടൂ സാർ? ഫോട്ടോ കിട്ടും. എന്റെ സിസ്റ്ററെ, OV വിജയൻ, മുകുന്ദൻ, സക്കറിയ ഇവരെ ഒന്നും സ്വപ്നത്തിൽ പോലും ആലോചിക്കണ്ട. അവരൊക്കെ ഡൽഹി ബേസ്ഡാ. മാത്രല്ല അവരൊക്കെ ആയിട്ട് അറിയാമെന്നുള്ളതല്ലാതെ വലിയ അടുപ്പമില്ല. അക്കൂട്ടത്തില് എനിക്ക് കുറച്ചെങ്കിലും അടുപ്പവും ബന്ധവും ഒക്കെ ഉള്ളത് ചന്ദ്രദാസുമായി. ചന്ദ്രദാസോ? എങ്കിൽ ചന്ദ്രദാസ് മതി സാർ. സിസ്റ്ററെ, ചന്ദ്രദാസിനെ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. എനിക്ക് എന്ത് ഇഷ്ടമെന്നറിയോ? നടക്കണ കാര്യം വല്ലതും ആലോചിക്കേ. ചന്ദ്രദാസൻ കൽക്കട്ടല്ല, കേരളത്തിൽ നിന്ന് തന്നെ ഒരാളെ കിട്ടാനില്ല, പിന്നല്ലേ കൽക്കട്ട. പിന്നെ ഇനി ആരെ കിട്ടും സാർ? അതിനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഫോൺ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. നനഞ്ഞിറങ്ങണം. നനഞ്ഞിറങ്ങാൻ തയ്യാറാണോ? നനഞ്ഞിറങ്ങണമെന്ന് പറഞ്ഞ ഇറങ്ങണം, അത് തന്നെ. നേരിട്ട് പോയി തപ്പിപ്പിടിക്കണം. എന്റെ കൂടെ വരാൻ പറ്റുമോ? ഞങ്ങള് റെഡി സാർ. ആളുവിടില്ല, നാട്ടിലേക്ക് പോയിരിക്കാം. ആളുവിടില്ല, നാട്ടിലേക്ക് പോയിരിക്കാം. അയ്യോ, ഉണ്ട്, കൊടുക്കാം. ഓളാ, ആരാ ഇന്നത്തെ അറിഞ്ഞിട്ട് വേണ്ട ഓട്ടോ ഇല്ലെന്ന് പറയാൻ? ഫോൺ എടുത്താണോ ഇല്ലെന്ന് പറയാ? ഓ, തൃശ്ശൂരിന്ന് STD ഹേമിക്കലൊക്കെ പിന്നെ ആവാൻ സംസാരിക്ക. ഹലോ മണിക്കുട്ടി, മോള് വീട്ടിൽ നിന്നാ? എന്ന് വന്നു നീയെ? അത് ശരി. എവിടുന്ന്? അയ്യോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ മണ്ടം തിരുവേനി പറ്റം കഷ്ടായി പോയില്ലോ. നമ്പർ വല്ലതും തന്നിട്ടുണ്ടോ? രാത്രി എന്തായാലും വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? ചേട്ടൻ വിളിച്ചിരുന്നോ? അവനോട് എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ പറയണം. മോളെന്നാ ഹോസ്റ്റലിലേക്ക് പോവാ? അത് ശരി. പിന്നെ മൂപ്പര് വന്നാ ഞാൻ ചിലപ്പോ ഈ ആഴ്ച വരില്ല. ആട്ടെ, ഞാൻ ഹോസ്റ്റലിൽ വന്ന് കണ്ടോളാം. ഓക്കെ, ഗുഡ് നൈറ്റ്. എടോ കീഴ്ശ്ശേരി മരമണ്ടൻ നമ്പൂതിരി, ഇത്രയും കാലമായിട്ടും കോമൺ സെൻസ് എന്നൊരു സാധനം തനിക്കുണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാൽ അത് അങ്ങനെ എടുത്ത് കാണിച്ചു തരാൻ പറ്റിയ സാധനമൊന്നുമല്ലോ. എന്നെ ഫോണിൽ വിളിക്കുന്നവരോട് സ്ഥലത്തില്ലാന്ന് പറയാൻ തന്നോട് ആരാ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ദിവസവും സർവാണി സദ്യ നടത്തേണ്ടി വരും. ഞാൻ നോക്കിക്കോളാം, എന്നിഷ്ടാ. ഇതേ വന്ന് നോക്കും അടുക്കളയില്. ചിലര് ഫോണിൽ വിളിച്ചാ ഇതേ ഇവിടെ ഇല്ല, നാട്ടിൽ പോയിരിക്കാന്ന് പറയാ. ഇതേ നാട്ടിൽ എന്നെ പഠിപ്പിച്ചേ എന്ന് വെച്ച് ആര് വിളിച്ചാലും അങ്ങനെ തന്നെ പറയാ. എത്ര വലിയ നഷ്ടാ ഉണ്ടായെന്ന് അറിയോ തനിക്ക്? അല്ലെങ്കിൽ അദ്ദേഹം ഇന്നിവിടെ ഉണ്ടാവേണ്ടതാ ഈ വീട്ടിൽ എന്നോടൊപ്പം. ആരാണാവോ? ചന്ദ്രദാസ്. ഏത് ചന്ദ്രദാസ്? അമ്മയുടെ നായര്. പിന്നല്ലാതെ എടോ, മലയാള നോവലിനും കവിതയ്ക്കും പുതിയ അർത്ഥതലങ്ങൾ നൽകിയ ചന്ദ്രദാസിനെ അറിയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ താനൊക്കെ എന്തിനാടോ മലയാളി എന്ന് പറഞ്ഞു നടക്കണത്? അതുകൊണ്ട് ഇപ്പൊ ഇവിടെ അപകടം ഉണ്ടായിട്ടില്ലല്ലോ. ഇദ്ദേഹത്തിന്റെ ആട്ടക്കലാശം കണ്ടപ്പോ ഞാൻ കരുതി ആകാശം ഇടിഞ്ഞു വീഴുമെന്നോ ഭൂമി പിളരുമെന്നോ. അയ്യോ, ഇനി ഇങ്ങോട്ട് വിളിക്കുവോ?
അങ്ങനെ വിളിക്കാൻ നമ്പരുമില്ല. ഇദ്ദേഹം കിടന്ന് ഉറങ്ങാൻ നോക്കുക. ഇതിപ്പോ സാക്ഷാൽ തുഞ്ചത്തെ എഴുത്തച്ഛൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമൊന്നുമല്ലോ. മിണ്ടാതെ കിടന്നോടെ. ഇല്ല സാക്ഷാ സരസ്വതി ആവും നാവിന്ന് വരിക. സാർ, ഇത്ര വേഗം എത്തിയോ? സാറിന്റെ ഫോൺ കിട്ടി. കേട്ട പാതി കേൾക്കാത്ത പാതി ഉടനെ സിസ്റ്ററെ വിളിച്ചോണ്ട് പോന്നു. ഈശ്വരൻ രക്ഷിച്ചതാണ് സാറേ. അത് ശരി. അപ്പോ ഞാൻ ഔട്ട്. ഈശ്വരൻ ഇന്ന് എന്റെ ടീച്ചറെ മൂപ്പര് വരുന്ന വിവരം ഒരാളോടും പറയരുതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നേ. എന്നിട്ട് ഞാൻ ടീച്ചറോട് പറഞ്ഞു, എന്താ കാര്യം? സ്നേഹം, ടീച്ചറോടുള്ള താല്പര്യം. എന്താ സിസ്റ്ററെ? അതെനിക്ക് അറിഞ്ഞൂടെ സാർ. അദ്ദേഹം എപ്പോഴാ എത്തുക? എപ്പോഴാന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്ന് എത്തണം. ഇന്നലെ എത്തേണ്ടതാ. ആ മോശകോടൻ നമ്പൂരുടെ ഓരോ വങ്കത്താൽ കാരണം പറ്റിയതാ. ഏതായാലും രാത്രി അദ്ദേഹം വീണ്ടും വിളിച്ചു, വരണ കാര്യം പറയുകയും ചെയ്തു. അദ്ദേഹം കൽക്കത്തയിൽ നിന്നല്ലേ പറഞ്ഞത്? അല്ല, അതല്ലേ, പാലക്കാട്ടുണ്ട്. വന്നിട്ട് ഒരാഴ്ചയായിത്രേ. എന്തായാലും ടീച്ചർക്ക് ഭയങ്കര ഭാഗ്യമുണ്ട്. ആ നാവൊന്നിട്ടു. നാവേ ഒന്നിട്ടു. നാവോ? എന്തിനാ? പറയാം, നീട്ടു. ശരിക്കും നീട്ടു. നോക്കട്ടെ. കണ്ടില്ലേ, കരിനാവാ. ഇന്നലെ നാവ് വളച്ച് ചോദിച്ചേ ഉള്ളൂ ചന്ദ്രദാസിനെ കിട്ടുമെന്ന്. എത്തില്ലേ ആള്? സമ്മതിച്ചിരിക്കണം. അദ്ദേഹം ഇവിടെ എത്തി ഫംഗ്ഷന് വരാന്ന് സമ്മതിച്ചാലേ എനിക്ക് മനസ്സമാധാനാവും. സമ്മതിക്കൂലല്ലേ? അതൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ചോണം. ഒരു മുൻപരിചയം ഇല്ലാതെങ്ങനെ? അതിനെന്താ മുൻപരിചയം? നേരെ ഒന്ന് പരിചയപ്പെടണം. എന്റെ ടീച്ചർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മൂപ്പര് വരണ വിവരം ഒരൊറ്റ ആളെ അറിയിക്കരുതെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതിനിടയ്ക്ക് ഫംഗ്ഷനിലൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നാൽ അല്ല അംഗമായി. മുൻചുണ്ടി വന്നാൽ മഹാപത. അതൊന്നും പറഞ്ഞു പറ്റില്ല. സാറത് പറഞ്ഞ് സമ്മതിപ്പിച്ചു തരണം. എന്റെ ടീച്ചറെ, ഞാൻ പറയുന്നത് ടീച്ചർക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒന്നും മനസ്സിലാക്കണ്ട. ദേ, എന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ. എന്റെ ആവശ്യമാണ്, എന്റെ ആഗ്രഹമാണ്. സാറ് നടത്തി തരണം. തരില്ലേ? പക്ഷേ ഒരു പക്ഷേയില്ല. സാറെനിക്ക് വാക്ക് തരണം. വാക്ക് പറയൂ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. അപ്പേ എത്തിപ്പോയി. അയ്യോ, ഇതങ്ങോട്ട് പിടിക്ക. മെല്ലെ പോരട്ടെ. എന്താ അത്? അയ്യോ അപ്പേ, ഭഗവാനെ, ചതിച്ചല്ലോ. ചതിയോ? ലോകം മുഴുവൻ ചതി കുഴികളല്ലേ കുഞ്ഞുകണ? മാലയോ? ഡാ കുഞ്ഞിക്കണ, നീ സ്നേഹമുള്ളവനാടാ. ഇട്ടോ രാഘവൻ ഇപ്പൊ എവിടുന്നാ വരുന്നേ? കേവിയാർ എവിടെന്നും വരും. ആകാശത്തുനിന്ന് ചാടി വരും, ഭൂമി തുളച്ചു വരും. അതാണ് കേവിയാർ. കേവിയാറിനെ അംഗീകരിക്കാൻ ഒരു അക്കാഡമിയും വേണ്ട, ഒരു പരിഷത്തും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. ഡാ നീയൊക്കെ മതിയടാ. ഇടടാ മല. അല്ല രാഘട്ടാ, അതല്ല. ഇടടാ മല. അല്ല, ഞാൻ പറയുന്നത് കേക്ക്. ഇടടാ മല. അയ്യോ, ആകെ കൊളായല്ലോ ഈശ്വര. ആരാ ഈ ഏപ്യൻ? ഞാൻ ആരാന്നോ? ഈ നായിന്റെ മോൻ ഏതാ? നായിന്റെ മോൻ നിന്റെ അപ്പ. അപ്പ എന്നെ വിളിച്ചതോ? തിരുമേനിയാന്നോ? പൊറുക്കാൻ കനിവുണ്ടാവണം. അടിയൻ ഒരു കലാകാരനാണ് എന്ന് വെച്ച അവസരമൊന്നുമല്ല. ആ പേരിൽ എനിക്ക് പട്ടികളുടെ പെൻഷനും വേണ്ട. നിനക്ക് ചേട്ടന്റെ കവിത കേൾക്കണ്ടേ? അതെ, പക്ഷെ ഇന്നും KVRന്റെ കവിത കരിങ്കല്ലാണ്. ഈ തൊണ്ടയുണ്ടല്ലോ, ഇന്നും ഇടിവെട്ടാണ്. ഇന്ന് നമുക്ക് കൂടുതലടാ പാടണം, ഉഷാലാകണം. കേമായി ചേട്ടാ, ഇന്ന് വേണ്ട. ഇന്ന് എനിക്ക് ചില അസൗകര്യങ്ങൾ. നമുക്ക് ഇനി ഒരിക്കലാവാം. ഇക്കണ്ട ദൂരം ബസ്സിന് കുത്തിക്കെട്ടി വന്ന് ടാക്സി പിടിച്ച് നാട് മുഴുവൻ ചുറ്റി ഒടുവിൽ നിന്നെ കണ്ടുപിടിച്ചപ്പോ പിന്നെ ആവട്ടെന്നോ? അന്ന് പള്ളി പറഞ്ഞാൽ മതി. അല്ല ചേട്ടാ, ഇന്ന് എനിക്കൊരു ഒരു ഗസ്റ്റ് ഉണ്ട്. ഉണ്ടായിക്കോട്ടെ, എനിക്കതുകൊണ്ട് ഒരു അസൗകര്യവും ഇല്ല. നമുക്ക് കൂടാടാ. അയ്യോ ചേട്ടാ, അങ്ങനെ കൂടാൻ പറ്റിയ ആളല്ല, വളരെ പ്രധാനപ്പെട്ട ഒരാളാ. അതാരാടാ അത്ര വലിയ കൊണസേട്ടർ? അതെ, ചേട്ടൻ ഒരു കാര്യം ചെയ്യേ.
ഈ ടാക്സി തന്നെ തിരിച്ചു വെക്കോ. എന്നിട്ട് അടുത്ത പ്രാവശ്യം ഞാൻ നാട്ടിൽ വരുമ്പോ ചേട്ടനെ കൂട്ടി ഇങ്ങോട്ട് വരാം. ദാ. അത് വെറുതെ അത് വേണ്ട. വന്ന സ്ഥിതിക്ക് വന്ന സ്ഥിതിക്ക് ഓരോ അത് പറ്റില്ല, അത് പറ്റില്ല. ചേട്ടൻ ഇപ്പൊ പോണം. ഇപ്പൊ പോണം. കുഞ്ഞുകണ പ്രയോഗം വേണ്ട. അയ്യോ ചേട്ടാ, ദാ, അങ്ങനെ പോണവനല്ല. എനിക്കറിയാം അങ്ങോട്ട് കയറിയട്ടെ, ഇങ്ങോട്ട് കയറിയട്ടെ. ആ നമസ്കാരം. ക്ഷമിക്കണം, ഒരു ഏടാകൂടം വന്ന് പെട്ടുപോയി. സാരമില്ല, ഉടനെ പറഞ്ഞേക്കാം. നമുക്ക് അതോട്ടിരിക്കാം. ചന്ദ്രദാസ്, നീയാണോടാ ചീഫ് ഗസ്റ്റ്? രാഘവേട്ടാ, അപ്പൊ അവിടുന്ന് അടിയനെ അറിയും അല്ലേ? മഹാഭാഗ്യം. നീ ജോസഫിനെ അറിയോ? എന്റെ മോളെ അറിയോ? ഇല്ല, നീ അറിയില്ല. ഇപ്പൊ അത് ഓർക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ആരാണാവോ അവിടുന്ന്? മലയാള കവിതയ്ക്ക് കിട്ടിയ വരപ്രസാദം. ഒരൊറ്റ നോവല് കൊണ്ട് മലയാള ഭാഷയിലെ പെരുന്തച്ഛന്മാരെ ഞെട്ടിച്ച ഇളന്തച്ഛൻ. അക്കാഡമികൾ അവാർഡുകളുമായി പുറകെ പായുന്നു. അപ്പൊ പിന്നെ ഈ കൊലയാളികളെയും പാപികളെയും മറക്കണം. എന്നെ അധിക്ഷേപിക്കാം, പക്ഷേ ഇങ്ങനെ ശിക്ഷിക്കരുത്. ശിക്ഷിക്കേ? അതിന് ഞാനാര്? തെണ്ടിത്തിന്ന് നടക്കുന്ന ഒരു വിഡ്ഢി. അവിടുന്ന് ബുദ്ധിമാൻ, മിടുക്കൻ, സുഖിക്കല്ലേ? ബൂർഷ്വാ പത്രത്തിൽ വാലാട്ടിപ്പണി. മനുഷ്യനെ കാണണ്ട. പണം, പ്രശസ്തി, പറയാൻ വിപ്ലവത്തിന്റെ ചരിത്രം. ഇപ്പൊ വേദാന്തിയുടെ കാവിക്കുപ്പായം. കൊള്ളാം, നല്ല നടനാണ് നീ, അസല് നടൻ. മതി, നിർത്ത്. തലയ്ക്ക് വെളിയിൽ വെച്ച് എന്തുവാന്നോ? വേണ്ട, പറയട്ടെ, എന്തും പറയട്ടെ. ഇന്നാള് നീ എഴുതിയത് വായിച്ചു. എന്താണ്? എല്ലാ വിഴുപ്പുകളും ഞാൻ അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഇനി എനിക്ക് എന്റെ സൂര്യനെ തിരിച്ചു തരിക. എന്റെ രാവുകളിൽ നിന്ന് അടർത്തിയെടുത്ത നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും തരിക. അങ്ങനെ എന്നിൽ നിന്ന് അടർത്തിയെടുത്തതെല്ലാം തരിക. ഒടുവിൽ ബലിച്ചോർ ഉരുട്ടാൻ ഒരു പവിത്ര കയ്യും. ഇല്ലടാ, നീ എത്ര അലക്കിയാലും അത് വെളുക്കില്ല.